ചില ബോഡീസ് എടുക്കുന്ന സമയത്ത് അതിപ്പം എല്ലാവർക്കും സെയിം ആവണമെന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ചില ബോഡികൾ നമ്മൾ എടുത്ത് ഇപ്പോൾ രാത്രി യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അനർത്ഥങ്ങൾ കുറേ സംഭവിക്കാറുണ്ട്. മെയിനായിട്ടുള്ളൊരു കേസാണ് ഈ ട്രെയിൻ തട്ടിയ കേസുകൾ. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് ഞാനിവിടെ കളമശ്ശേരിയിൽ നിന്നൊരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വീട്ടിൽ എന്തോ സംസാരമായിട്ട് ഹൈവേ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടേക്കുന്നതിനകത്ത് നിന്ന് ആൾ ഇറങ്ങി നടന്ന് ക്രോസ് ചെയ്ത് പോയതാണ്. പെട്ടെന്ന് ട്രെയിൻ ഇടിച്ചിട്ട് തുടയൊന്നുമില്ല. കമ്മീഷൻ പറ്റുന്നുണ്ട്, പൈസ വാങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആംബുലൻസ് ഡ്രൈവേഴ്സിനെതിരെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ മേടിക്കുന്നവരുണ്ടാവും, ഇല്ലെന്നല്ല, മേടിക്കുന്നവരുണ്ട്. ഇപ്പോൾ 3 ദിവസമൊക്കെ ഉറങ്ങാതിരുന്ന് കേസസ് എടുത്ത ദിവസങ്ങളുണ്ട്. റോഡ് യൂ ടേൺ എടുത്ത വഴിക്ക് ഈ സൈഡിൽ നിന്ന് എതിർദിശയിൽ നിന്ന് വന്നിട്ട് രണ്ടുപേർ കൂട്ടിയിടിച്ചാണ്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ഒരു ലോറി ബാക്കിൽ വന്നിട്ട് ആ ലോറിയും കുത്തി മറിഞ്ഞു. അപ്പം മൊത്തത്തിൽ ഒരു 4-5 പേരോളം ആ സമയത്ത് ഇഞ്ചുറി പറ്റിയിട്ട് അവരെ നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള കേസ് എവിടെ കൊണ്ടുപോയാൽ രക്ഷപ്പെടാം. ഒരു 45 അല്ലെങ്കിൽ 1 മണിക്കൂറോളം CPR കൊടുക്കാൻ ഒരു 10-40 സ്റ്റാഫ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ഒരു 3 പേർക്ക് വേണ്ടിയിട്ട്. മരണം നടന്ന സംഭവത്ത് ബോഡിയൊക്കെ കൊണ്ടിറക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുമ്പോഴത്തേക്ക് ഈ നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ ചെറിയ ഗ്ലാസ് ഉണ്ട്. അതിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു ബാക്കിലുള്ളവർക്ക് തോന്നും. മെയിനായിട്ടുള്ളൊരു കേസാണ് ഈ ട്രെയിൻ തട്ടിയ കേസുകൾ. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് ഞാനിവിടെ കളമശ്ശേരിയിൽ നിന്നൊരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വീട്ടിൽ എന്തോ സംസാരമായിട്ട് ഹൈവേ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടേക്കുന്നതിനകത്ത് നിന്ന് ആൾ ഇറങ്ങി നടന്ന് ക്രോസ് ചെയ്ത് പോയതാണ്. പെട്ടെന്ന് ട്രെയിൻ ഇടിച്ചിട്ട് തുടയൊന്നുമില്ല, തുടയുടെ ഭാഗമൊന്നുമില്ല, കൈയിടൊന്നുമില്ല. ഇവിടുന്ന് ഒരു വെയിൻ കട്ടായിട്ട് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് ഇപ്പം ഈ ഒരു ആക്സിഡൻറ്റ് സോണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സോണുകളിൽ കാര്യങ്ങളിൽ നമ്മൾ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സ് ചെല്ലുമ്പോഴത്തേക്ക് ഈ ചില ആൾക്കാർ പറയും അവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പൈസ മേടിക്കാനാണ്, അല്ലെങ്കിൽ അവിടുന്ന് കമ്മീഷൻ പറ്റാനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ ആംബുലൻസ് ഓടുന്ന ആൾക്കാർക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പം ആക്സിഡൻറ്റ് സോണിൽ നിന്ന് എടുത്ത ഒരാളെ കാണുമ്പോൾ നമുക്കറിയാം ഇന്നൊക്കെ കുഴപ്പങ്ങളുണ്ട്, ഇന്നടുത്ത് കൊണ്ടുപോയാലേ അവർ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് പലരെയും നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ആൾ രക്ഷപ്പെടും. ഇപ്പം പലർക്കുള്ള പ്രശ്നമാണ് ഇപ്പം കമ്മീഷൻ പറ്റുന്നുണ്ട്, പൈസ വാങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആംബുലൻസ് ഡ്രൈവേഴ്സിനെതിരെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ മേടിക്കുന്നവരുണ്ടാവും, ഇല്ലെന്നല്ല, മേടിക്കുന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലുകളിൽ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പം ജീവന് വില പറയാൻ പറ്റില്ലല്ലോ. ഈ ലാസ്റ്റ് ടൈം ഞാൻ ഒരു RTA കേസ് എടുത്തതിൽ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡ് യൂ ടേൺ എടുത്ത വഴിക്ക് ഈ സൈഡിൽ നിന്ന് എതിർദിശയിൽ നിന്ന് വന്നിട്ട് രണ്ടുപേർ കൂട്ടിയിടിച്ചാണ്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് ഒരു ലോറി ബാക്കിൽ വന്നിട്ട് ആ ലോറിയും കുത്തി മറിഞ്ഞു. അപ്പം മൊത്തത്തിൽ ഒരു 4-5 പേരോളം ആ സമയത്ത് ഇഞ്ചുറി പറ്റിയിട്ട് അവരെ നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് ആൾക്കാർ നോക്കാനുള്ള ആളുടെ ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നൊരു സമയം ഞങ്ങളവിടെ പോയി നിൽക്കുന്ന സമയത്ത് ആരും നോക്കാനും ഇല്ല, എടുക്കാനും ഇല്ലാതെ ചോരയൊക്കെ ഒലിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മളിങ്ങനെയൊക്കെയുള്ള RTA കേസുകളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇവിടെ ആലുവയിൽ പാലത്തിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഒരു ബൈക്ക് വന്നിട്ട് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറിയ ഒരു വണ്ടീനെ കൂട്ടിയിടിച്ചു. മൊത്തം 3 പേരായിരുന്നു ഉണ്ടായില്ല. അതിൽ ഒരു പയ്യൻ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ, ബാക്കി 2 പയ്യന്മാർ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് കളമശ്ശേരി കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള കേസ് എവിടെ കൊണ്ടുപോയാൽ രക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അതിലൊരു പയ്യൻ ഇപ്പോഴും ജീവനോടുണ്ട്. ബാക്കി 2 പയ്യന്മാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. അതിലൊരു പയ്യൻ സ്പോട്ടിൽ തന്നെ പോയിരുന്നു. ഒരു പയ്യൻ ഞാൻ അവിടെ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ജീവനുണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് കാർഡിയാക് അറസ്റ്റിലോട്ട് പോയി. ഒരു സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ ആംബുലൻസ് ഡ്രൈവേഴ്സിനെയൊക്കെ പൂഴ്ത്തി പറയുമ്പോഴും നമ്മൾ ഈ ഇതേപോലെയൊക്കെയുള്ള പേഷ്യൻസിനെ നമ്മളിപ്പോൾ എറണാകുളത്ത് പല RTA കേസുകളെടുത്ത് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് അവിടത്തേക്കുള്ള ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന നേഴ്സുമാർ അവിടുത്തെ ഒരു സെറ്റ് ടീമാണ്. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ ഈ ആലുവ കേസിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുന്ന സമയത്ത് ഒരു 45 അല്ലെങ്കിൽ 1 മണിക്കൂറോളം CPR കൊടുക്കാൻ ഒരു 10-40 സ്റ്റാഫ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ഒരു 3 പേർക്ക് വേണ്ടിയിട്ട് അവരവരുടെ മാക്സിമം നോക്കി ഒരു 45-1 മണിക്കൂറോളം അവർ CPR കൊടുത്തും ബാക്കിയുള്ള മരുന്നുകൾ കാര്യങ്ങൾ കൊടുത്തും അവരെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടും 2 ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. 2 പേരും മരിച്ചുപോയി. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കാം ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് ആംബുലൻസ് ഡ്രൈവേഴ്സിന് കിട്ടാറുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറയാം. ഇപ്പം പല ദിവസങ്ങളിലും പല രാത്രികളിലും ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറി ഭാഗത്തായാലും അതുപോലെ തന്നെ ഇവിടെ കളമശ്ശേരി മോർച്ചറി ഭാഗത്തായാലും അതുപോലെ തന്നെ എറണാകുളത്ത് രാത്രി 1:30-ക്കും വെളുപ്പിന് 1:30-ക്കും ഒക്കെ നമ്മൾ ബോഡി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്.
പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ചില ബോഡീസ് എടുക്കുന്ന സമയത്ത് അതിപ്പം എല്ലാവർക്കും സെയിം ആവണമെന്നില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ചില ബോഡികൾ നമ്മൾ എടുത്ത് ഇപ്പോൾ രാത്രി യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അനർത്ഥങ്ങൾ കുറേ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ കൈ തട്ടി മുറിയുക, അല്ലെങ്കിൽ ഒരിക്കലും വണ്ടി ഇപ്പോൾ അത്രയും നേരം കണ്ടീഷനായിട്ട് പോകുന്ന വണ്ടി എന്തെങ്കിലും സംഭവിച്ച് വണ്ടി ഓഫായി പോകുന്നൊരവസ്ഥ, നമുക്ക് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വെളുപ്പിനെ 3 മണിക്കൊക്കെ, ഇപ്പോൾ ഒരു രാത്രി ഒരു 11-12 മണിക്കൊക്കെ ബോഡി എടുത്തിട്ട് വന്ന് കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പിനെ 3 മണിക്ക് പെട്ടെന്ന് ഷടാന്ന് എണീക്കും. ചിലപ്പം അതൊരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്നിരുന്നാലും ചില സമയത്ത് വെളുപ്പിനെ 3:30 ആകുമ്പോഴത്തേക്ക് പടാന്ന് എണീക്കും. ആരൊക്കെയോ വിളിച്ചെണീക്കുന്ന പോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് മിക്ക ആംബുലൻസ് ഡ്രൈവേഴ്സിനും കിട്ടിയൊരു അനുഭവമായിരിക്കാം. ലൈക്ക് ഇപ്പം ഉറക്കക്കുറവ് കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മെയിനായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് ഹാലൂസിനേഷൻ. അപ്പം ഇപ്പം 3 ദിവസമൊക്കെ ഉറങ്ങാതിരുന്ന കേസസ് എടുത്ത ദിവസങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കേസ് കൊണ്ട് വിട്ട് തിരിച്ച് വരുമ്പോൾ അടുത്ത കേസ് കിട്ടി, അങ്ങനെ 2-3 ദിവസമൊക്കെ നമ്മളിങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചെറിയ നാപ്പ് എടുത്ത് ഈ കേസുകൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോയ ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ മെയിനായിട്ട് നമ്മൾ അനുഭവിച്ചുള്ള കാര്യമാണ് ഈ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പം തന്നെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പല കാര്യങ്ങൾ നടക്കാനായിട്ട് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് റൈറ്റിൽ ആൾ കയറി വരുന്നതായിട്ട് തോന്നും, ഒരു രൂപ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നും. പല സമയങ്ങളിലും ഞാൻ ഈ മരണം നടന്ന സംഭവത്ത് ബോഡിയൊക്കെ കൊണ്ടിറക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുമ്പോഴത്തേക്ക് ഈ നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ ചെറിയ ഗ്ലാസ് ഉണ്ട്, അതേ കൂടെ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ബാക്കിലുള്ളവർക്ക് തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ ഇപ്പം സ്ട്രക്ചറയിൽ ഇപ്പോൾ പേഷ്യൻ്റ് കിടക്കുന്ന, ഇപ്പം പലയിടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ആംബുലൻസൊക്കെ ഒതുക്കി അതിനകത്ത് കയറി കിടക്കുന്ന പയ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം കിടക്കുന്നത് ഈ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്ന സ്ട്രക്ചറിലും ബോഡി കൊണ്ടുപോകുന്ന സ്ട്രക്ചറിലുമാണ്. അപ്പോൾ ഈ കിടക്കുന്ന സ്ട്രക്ചർ പെട്ടെന്ന് നമ്മൾ ഈ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് സ്ട്രക്ചറിൽ ആരോ കിടക്കാനൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈക്ക് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ സമയത്ത് തോന്നലല്ലേ. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ മാത്രം പേടിച്ചാൽ മതി, മരിച്ച ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ബാബ സുരേഷ് പറഞ്ഞ കണക്ക് പ്രതികാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരൊറ്റ ജീവിയുള്ളത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മരിച്ചവരെ ആരെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ചില സമയങ്ങളിൽ ഒന്നും ശരിയല്ലാതൊരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ എന്തൊക്കെ കറക്റ്റായിട്ട് ചെയ്താലും ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ തള്ളിയിടുന്ന പോലെ, അല്ലെങ്കിൽ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ നമ്മളെ ഹോണ്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു ചിന്ത ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. എന്നാലും അതൊക്കെ ഒന്നുമില്ല, ഇങ്ങനെയുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു രീതിയാണ് മെയിനായിട്ട് കാണപ്പെടാറ്. ആംബുലൻസ് സ്പീഡിൽ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും വേണം. ഇപ്പം കുറച്ച് തരം ആംബുലൻസസ് ഉണ്ട്. ഇപ്പം മെയിനായിട്ട് ബേസിക് ലെവൽ പോർട്ട് സപ്പോർട്ടും മാത്രമായിട്ട് കൊണ്ടുപോകുന്ന ആംബുലൻസ് ഉണ്ട്. അതേപോലെ തന്നെ മോണിറ്ററും സക്ഷൻ മെഷീനും മാത്രമായിട്ട് കൊണ്ടുപോകുന്ന ആംബുലൻസ് ഉണ്ട്. എന്തിനാണ് ഈ സക്ഷൻ മെഷീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കേസുകൾ സീഷർ അടിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റെ വായിൽ നിന്ന് ഫ്ലൂയിഡ് വരും. ഈ ഫ്ലൂയിഡ് ഇപ്പം പണ്ട് സിനിമയിലൊക്കെ കാണുന്നവർക്ക് ഈ നൊരയും പറയുന്നൊക്കെ കാണുന്നില്ല, സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഫ്ലൂയിഡുകൾ വരും. ഈ ഫ്ലൂയിഡ് വരുമ്പം നമ്മളെപ്പോഴും പേഷ്യൻറ്റിനെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഈ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് ഈ ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ ചോക്കിങ് ഉണ്ടാവാം പേഷ്യൻറ്റ്, അതൊരു എഡിമയായിട്ട് മാറാം. അതൊരു ലൈഫ് ത്രെറ്റനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റ്. അതുകൊണ്ടാണ് ഈ സീഷർ വന്ന പേഷ്യൻറ്റിനെ നമ്മളെപ്പോഴും ലെഫ്റ്റിലായിട്ട് ചരിച്ച് കിടത്തണം. അവർക്ക് ഈ പണ്ട് ഈ ചന്നി വന്ന ആൾക്കാർക്ക് ചാവി കൊടുക്കുന്ന പരിപാടി ശരിക്കും പറഞ്ഞാൽ ചാവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ആളെ ലെഫ്റ്റ് സൈഡിലോട്ട് ചരിച്ച് കിടത്തുക, ഹെഡ് എപ്പോഴും ഈ സൈഡിലോട്ട് ചരിച്ച് കിടത്തിയിട്ട് ഒരാൾ അടുത്തിരുന്നാൽ മാത്രം മതി. ഈ ഫ്ലൂയിഡ് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് നോർമലായിക്കോളും. 1-2 തവണയൊക്കെ അടുപ്പിച്ച് സീഷർ വരുവാണെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസസ് ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാനൊരു കേസ് ഇവിടെ 4 എടുത്തുകൊണ്ട് പോയത് ഹോസ്പിറ്റലിൽ വെച്ച് ഓൾറെഡി ആൾക്കൊരു സീഷർ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേസിക്കലി കൊണ്ടുപോയ സമയത്ത് പോകുന്ന വഴിക്ക് ഒരു തവണയും കൂടി വന്നു. അപ്പോൾ ആളെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആ ബാക്കിൽ ഇരുന്ന പയ്യനോട് പറഞ്ഞു, അവനെ ചരിച്ച് കിടത്തുക, മാക്സിമം ചരിച്ച് കിടത്തുക, ബെൽറ്റ് അയച്ച് ചരിച്ച് കിടത്താൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് സീറ്റ് എടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് വീണ്ടും സീഷർ അടിച്ചു. അപ്പോൾ ഈ സീറ്റ് എടുക്കാൻ കൊണ്ടുപോയ സമയത്ത് സീഷർ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തോ ശരിയായിട്ടുള്ള പ്രശ്നമുണ്ട്. അവിടുത്തെ പിന്നെ ആ പേഷ്യൻറ്റിനെ ഓടി നമ്മൾ ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുപോയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് അവിടുന്ന് പിന്നെ ഒരു ഹയർ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക്, ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാവട്ടെ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആവട്ടെ, എല്ലാ ഹോസ്പിറ്റലിലും ചിലപ്പം അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ ഒരു സ്പെഷ്യലൈസ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. അപ്പം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാറാണ് പതിവ്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ഈ ആംബുലൻസിൻ്റെ രീതികൾ, അപ്പം ഇതിനകത്ത് ബേസിക് എന്ന് പറഞ്ഞ വണ്ടിയിൽ OT സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ IC ആംബുലൻസ്, അത് ഒരു ICU, ഒരു ഹോസ്പിറ്റൽ ICUയിൽ എന്തൊക്കെ ഉണ്ടാവുമോ അതെല്ലാം അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സും ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് ഈ സക്ഷൻ മെഷീനും ഈ മോണിറ്ററും ഉണ്ടാവും. മോണിറ്റർ എന്തിനാണെന്ന് വെച്ചാൽ പേഷ്യൻ്റെ ECG, അതുപോലെ തന്നെ
BP കാര്യങ്ങൾ നോക്കാൻ, SpO2 ലെവൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ SpO2 ലെവൽ കുറഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാനൊരു കേസ് എടുക്കാൻ പോയത് SpO2 ലെവൽ കുറഞ്ഞൊരു പേഷ്യൻ്റെയാണ്. അപ്പോൾ SpO2 ലെവൽ കുറഞ്ഞ് കഴിഞ്ഞാൽ ഒരു 70 അല്ലെങ്കിൽ ഒരു 80ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറവാണെന്ന് അതിനർത്ഥം. അപ്പം അങ്ങനൊരു സംഭവം നമുക്കറിയണമെങ്കിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൾസ് ഓക്സിമീറ്റർ മേടിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൽ എത്ര SpO2 ലെവൽ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 80ക്ക് താഴെയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് എത്രയും പെട്ടെന്ന് ഓക്സിജൻ വേണം എന്നാണ് അതിനർത്ഥം. അപ്പം അങ്ങനെ നമ്മൾ ഓക്സിജൻ വെച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റെ അവസ്ഥ ഗുരുതരമാവും. ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഫെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. ഈ സെയിം അവസ്ഥ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഞാനൊരു വീട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ O2 സപ്പോർട്ട് വെച്ച് കൊണ്ടുപോയിട്ട് ആ കേസ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ചെറിയ വണ്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആംബുലൻസുകൾ നിരത്തിലൂടെ ഓടുമ്പം എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എന്തിനാണ് ഇത്ര സ്പീഡിൽ പോകുന്നതെന്ന്. കാരണം ഇപ്പം ഞാനിപ്പോൾ ഒരു കേസ് ഒരു വീട്ടിൽ നിന്ന് എടുത്തു. ആ വീട്ടിൽ നിന്ന് ഈ ഒരു ഹോസ്പിറ്റൽ, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഇപ്പോൾ 10 കിലോമീറ്റർ ഉണ്ട്. ഈ 10 കിലോമീറ്റർ ഗ്യാപ്പിൽ ആ പേഷ്യൻ്റ് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഒരു ബേസിക് ആംബുലൻസ് ഓടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു 10 കിലോമീറ്റർ ഗ്യാപ്പിൽ പെട്ടെന്ന് ഈ O2 സപ്പോർട്ട് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, എത്രയും പെട്ടെന്ന് എത്തിക്കുക. എത്രയും പെട്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്. ആ സമയത്ത് നമ്മൾ നമ്മുടെ ജീവൻ നോക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ വേറെ ഒരു കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ വരുന്നില്ല. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഒരു കുട്ടീനെ ഞാൻ ഇവിടെ നിന്ന് ആലുവയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കളമശ്ശേരിയിൽ, അതെന്ന് പറഞ്ഞാൽ ജനിച്ച് വെറും 4 ദിവസമായിട്ടുള്ളൂ. പൊടിയൊരു കൈക്കുഞ്ഞാണ്, ഷുഗർ ലോ ആയതാണ്. ഷുഗർ ലോ ആയിട്ട് ആൾ ഫെയിൻ്റായി പോയി, ബോധം പോയി. ആ കുഞ്ഞിനെ IC ആംബുലൻസ് കിട്ടാനുള്ള പാടുകൊണ്ട് തന്നെ നമ്മളെ വിളിച്ചു. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ തന്നെ ഈ ഒരു 4 വയസ്സുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ കൺട്രോൾ റൂമിലും കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞു, സാർ ഇതുപോലെ ഒരു കുഞ്ഞുണ്ട്, ബേസിക് ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്, അപ്പോൾ എനിക്കൊരു എസ്കോർട്ട് വേണം, ഒരു സപ്പോർട്ട് വേണം, എല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവരെ വിശ്വസിച്ച് വണ്ടി എടുത്തിറങ്ങി. പുളിഞ്ചോട് എത്തിയപ്പോഴത്തേക്ക് ഇവർ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നതുപോലും അറിഞ്ഞില്ല. പിന്നൊന്നും നോക്കിയില്ല. അവിടുന്ന് വണ്ടി നല്ല രീതിയിൽ ചവിട്ടി തന്നെ വിട്ടു. കാരണം നമ്മൾ ഓരോ കേസ് എടുക്കുമ്പോഴും, ഇപ്പോൾ ഒരു വയസ്സായ അമ്മയെ എടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു അച്ഛനെ എടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എടുത്ത് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആ ഒരു മനസ്സ് നമ്മളെങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് മനസ്സിൽ ആദ്യം ചിന്തിക്കും. വണ്ടിയുടെ ബാക്കിൽ കിടക്കുന്ന ഇപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയ സമയത്ത് എൻ്റെ കുഞ്ഞാന്നൊരു ചിന്ത ഫസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. ഇവിടുന്ന് എത്രയും പെട്ടെന്ന്, ഇപ്പോൾ 2 നേഴ്സുമാർ കൂടെ ഉണ്ടായിരുന്നു. ഓൾറെഡി കുഞ്ഞിന് ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട്, O2 സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും എത്രയും പെട്ടെന്ന് എത്തിക്കാന്നുകൊണ്ട് നമ്മൾ ഈ പിറകെ കിടക്കുന്ന കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിരിക്കുന്ന എൻ്റെ കുഞ്ഞാണെന്നുള്ള ചിന്തയിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പല കേസുകളും പല സമയത്തും നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ നല്ല സ്പീഡിൽ അല്ലെങ്കിൽ നല്ല ഹോൺ അടിച്ച് വരികയാണെങ്കിൽ അതിനർത്ഥം അതിനകത്ത് ജീവന് വേണ്ടി പൊരുതുന്ന പല ആൾക്കാരുണ്ടാവും. പല പേഷ്യൻ്റ് പല ലെവലിൽ പല രീതിയാണ്. കാരണം അസുഖങ്ങൾ പല രീതിയിലാണ് ഇപ്പോൾ കൂടിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആംബുലൻസ് വരുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സൈഡ് കൊടുക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫാക്ടർ ഓഫ് സെക്കൻഡ്സിൻ്റെ കാര്യമുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ആ സ്റ്റിയറിംഗ് ഒന്ന് വലത്തോട്ട് തിരിക്കുന്നതിന് മുമ്പ് വണ്ടി കയറി പോയിരിക്കും. ഇപ്പോൾ ഒരു ആംബുലൻസ് ഡ്രൈവറെ സംബന്ധിച്ച് ആ ഒരു ആംബുലൻസ് ഡ്രൈവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരിക്കും അവർക്ക് റിഫ്ലക്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ആംബുലൻസ് നല്ല സ്പീഡിൽ നിങ്ങൾ പിറകിൽ വരികയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുവാണ്, നിങ്ങളത് കണ്ട് പേടിച്ചിട്ട് വണ്ടി വെട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, നമുക്കൊരു കണക്കൂട്ടലുണ്ട്. നമ്മൾ സ്ഥിരം എടുക്കുന്ന വണ്ടിയായതുകൊണ്ട് നമുക്കൊരു കണക്കൂട്ടലുണ്ട്. ഇതെങ്ങനെ കയറി പോകുന്ന ഒരു കണക്കൂട്ടലുണ്ടായതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ കയറി തന്നെ പോവുക തന്നെ ചെയ്യും. പിന്നെ ചില കേസസ് ഉണ്ട്, നമ്മൾ ആക്സിഡൻറ്റ് സോണിൽ നിന്ന് എടുത്തിട്ട് ആൾ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന കേസസ് ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ കുറവാണ്. എനിക്കറിയാം നമ്മളൊരു കേസ് കിട്ടുമ്പോൾ എനിക്കറിയാം എത്രയും പെട്ടെന്ന് എത്തിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്ന്. എന്നാലും ഈ ലാസ്റ്റ് ടൈം പാലാരിവട്ടത്ത് വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരൻ സ്കൂട്ടറിൽ വരുന്നു, പ്രായമുള്ള ഒരാളാണ്. എതിർദിശയിൽ വന്നൊരു പയ്യൻ ബൈക്കുമായിട്ട് ഒന്ന് കൂട്ടിയിടിച്ചപ്പോഴത്തേക്ക് ഈ പയ്യൻ്റെ ഈ ചുണ്ടിൻ്റെ ഇത്രയും ഭാഗമൊന്നുമില്ല, ചെവിയുടെ ഇവിടെ ഒക്കെ മുറിഞ്ഞിട്ടുണ്ട്, ശരീരം മൊത്തം മുറിവാണ്. അപ്പോൾ ഈ പുള്ളിക്കാരന് ബോധമില്ല, ഈ പുള്ളിക്കാരന് ബോധമില്ല, തലയ്ക്കൊക്കെ മുറിവുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആംബുലൻസുമായിട്ട് ഞാൻ വരുമ്പോൾ കാണുന്ന ഇതാണ്, പെട്ടെന്ന് ഈ പുള്ളിക്കാരനെ സ്ട്രെച്ചറിൽ കിടത്തി, പ്രായമുള്ള ആൾ സ്ട്രെച്ചറിൽ കിടത്തി, ഈ പയ്യനെടുത്ത് സൈഡ് സീറ്റിൽ ഇരുത്തി. എന്ന് വെച്ചാൽ അറ്റ് എ ടൈമിൽ 2 പേരെ ആ ആംബുലൻസിൽ ഡയറക്റ്റ് ഞാൻ കൊണ്ടുപോയത്. അത് അവരോട് ചോദിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു നേരെ റിനയിൽ പോകാൻ പറഞ്ഞു. റിനയിൽ എത്തിച്ചു. അപ്പം ഈ റിനയിൽ എത്തിച്ച ടൈമിൽ എനിക്ക് മനസ്സിലൊരു തോന്നൽ വന്നു, പുള്ളിക്കാരൻ എനിക്ക് കിട്ടുമോ എന്നൊരു തോന്നൽ. കാരണം ആൾക്ക് ബോധമില്ല, ആൾ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, തട്ടി വിളിച്ചിട്ടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പെട്ടെന്ന് അവർ ആളെ വെന്റിലേറ്ററിൽ കയറ്റി ഈ പയ്യനെയും വേണ്ട രീതിക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സെക്ഷനിൽ കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പം കാണുന്നത് ഈ പുള്ളിക്കാരൻ ട്രോളിയിൽ, ഈ പ്രായമായ പുള്ളിക്കാരൻ സ്ട്രെച്ചറിൽ വരികയാണ്.
അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ കൊണ്ടുപോയ ഒരാൾ, കിട്ടൂല എന്ന് ഉറപ്പുള്ള ഒരാൾ ജീവനോടെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി. അപ്പോൾ ഞാൻ ആ പുള്ളിയോട് പോയി സംസാരിച്ചു. അപ്പോൾ എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു ആരാ അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ വണ്ടി ഇടിച്ചപ്പോൾ ഞാനാണ് കൊണ്ടുവന്നത്. ആ മോനെ ആയിരുന്നോ എന്നിങ്ങനെ. അതൊരു സന്തോഷമാണ്. അതുപോലെ ആ പയ്യനെയും ഈ വാർഡിൽ, ഞാൻ ആ ഡിസ്ചാർജ് എടുക്കാൻ പോയ വാർഡിൽ തന്നെ ആ പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യന് ഓൾറെഡി എന്നെ കണ്ട് പരിചയം ഉണ്ടായതുകൊണ്ട് ആ പയ്യനും വന്ന് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കേസ് നമ്മൾ കിട്ടില്ല എന്നറിഞ്ഞിട്ടും പിന്നെ ആൾ ജീവനോടെ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരവസരം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഒരു കിക്കിലാണ് എല്ലാവരും ഈ ജീവിച്ചു പോകണം. അല്ലാതെ പൈസ കിട്ടും അല്ലെങ്കിൽ ഒരുപാട് സമ്പാദിക്കാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ പല ഡിസ്ചാർജുകളും നമ്മൾ ഇതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ലക്ഷങ്ങൾ അവിടെ ചിലവാക്കിയിട്ട് അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റിയത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും. ഇപ്പോൾ ഇത്ര കിലോമീറ്റർ പോയതിന് നമ്മൾ കിലോമീറ്റർ കണക്കിലാണ് നമ്മൾ പൈസ വാങ്ങുക. ബേസിക് ചാർജ് ഉണ്ട്, സർക്കാർ പറയുന്ന ബേസിക് ചാർജ് ഉണ്ട്. ആ ചാർജ് അനുസരിച്ചായിരിക്കും നമ്മൾ എമൗണ്ട് വാങ്ങുക. അപ്പോൾ ആ ഒരു ചാർജ് നമ്മൾ പറയുന്ന സമയത്തും 100 200 കുറച്ച് തരുമോ, അല്ലെങ്കിൽ 10 20 കുറച്ച് തരുമോ, ഇത്രയും പൈസയാവും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ പാവങ്ങളാണ് പിന്നെയും എന്തെങ്കിലും തരിക. പൈസ ഇല്ലാത്ത പാവങ്ങളാണ് പിന്നെയും 100 രൂപ 50 രൂപ 200 രൂപയൊക്കെ ചായ കുടിക്കാൻ, അല്ലെ മോനെ ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞ് തരിക. പക്ഷേ ആ പൈസ മേടിച്ചിട്ട് വണ്ടി ഓടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഏതെങ്കിലും സിഗ്നൽ വെച്ച് ആരെങ്കിലും കഴിക്കാൻ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെടുത്ത് ആ വഴി അങ്ങ് പോകും.